ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അടി വെച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ആ ഒരു ഗോൾഡൻ ടൈം ഭയങ്കര എനിക്ക് കൂടുതൽ നാച്ചുറൽ ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. നമ്മുടെ ഒരു പാട്ട് സീക്വൻസിൽ ഓണം കണക്ട് ചെയ്യുന്ന ഒരു ലൈൻസ് പോകുന്നുണ്ട്. ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ അത് ചേഞ്ച് ചെയ്യാൻ ഒത്തിരി ചേഞ്ച് വരും. അതിന് പാറ്റേണേ മാറിയിരിക്കും. കാരണം ഞാനിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ റിയലിസ്റ്റിക് മൂവികളുടെ ഒരു റിലീസസ് കൂടുതലുള്ള സമയമായിരുന്നു. പണ്ടുണ്ടായിരുന്ന ഒരു ഓഡിയൻസ് അല്ല ഇപ്പോൾ ഓഡിയൻസ്. പണ്ട് ശരിക്കും പറഞ്ഞാൽ താരങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഓഡിയൻസ് സിനിമകൾ പോയത്. പക്ഷെ ഇപ്പം ആ ഒരു ട്രെൻഡ് മാറിയിട്ട് കണ്ടന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരം സിനിമകൾ കാണാൻ ആഗ്രഹിക്കുകയും അവൻ കൊടുക്കുന്ന ഒരു 100 രൂപ അവൻ എങ്ങനെ അല്ലെങ്കിൽ ഫുൾ എന്റർടൈൻ ആക്കുക, ഒരു 2 മണിക്കൂർ അവൻ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ. എനിക്ക് നാദർഷിക്ക എൻ്റെ ഗുരുവാണ്. ഇപ്പം എപ്പോഴും സിനിമ തിയേറ്ററിൽ കാണുന്നത് തിയേറ്ററിൽ സെൻട്രൽ ഇരുന്നിട്ട് അത് സൗണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിനപ്പുറത്തേക്ക് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആവണം മുന്നോട്ട് പോകുന്നത് എനിക്കും ആഗ്രഹമാണ്. സോ ഓഡിയൻസിൻ്റെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. വേണ്ട രീതിയിൽ ഈ പറഞ്ഞ പോലെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി തോന്നുന്നുണ്ട്. അത് ചില സിനിമകൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതിനങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതിന് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അത് എത്തുന്നില്ല എന്നുള്ള. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ഒക്കെ കാണുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് പോയി കാണുക, അത് തിയേറ്ററിൽ സിനിമ നിലനിർത്തുക എന്നുള്ളതും കൂടെ ഉണ്ട്. ഇപ്പോൾ പോലും സിനിമ ഇറങ്ങിയ ശേഷം ഒരു ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് ഉദ്ദേശങ്ങൾ ഉണ്ടാവില്ല. അതിലൊന്നാണിത്. ഇത് കാണുമ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇത് ആർക്ക് വേണ്ടിയുള്ള സിനിമയാണ്, ഇതൊരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള സിനിമയാണ്, തീർച്ചയായിട്ടും അവർ പോയി കാണുക എന്നുള്ളത് എൻ്റെ വളരെ നീഡായിട്ടുള്ള കാര്യമാണ്. ഇന്റർവ്യൂ പ്ലാനിങ്ങിൽ വേറെ പ്ലാനിങ് എന്തൊക്കെയാണ്? ഒരാവശ്യം പറഞ്ഞു, സിനിമ ആളുകളിലേക്ക് എത്തുക എന്നുള്ള. അതെ അല്ല, ഡെഫിനറ്റ്ലി അത് തന്നെയാണ് മുഖ്യമായിട്ടുള്ള ആവശ്യം. പിന്നെ അത് തന്നെ. ഇത് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഫ്രെയിമിങ് ഞാൻ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫ്രെയിമിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നോർമലി അത് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിഖിലിനൊരു 0 ബൾബ് കൊടുത്താൽ പോലും അത് വെച്ചൊരു മാജിക് കാണിക്കുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അല്ല, അത്രയും നന്നായിട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും സ്ക്രീനിൽ കാണുമ്പോൾ തോന്നുന്നു എനിക്ക് ആ ഫ്രെയിം ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു എന്നൊക്കെ. കപ്പിൽ എന്തെങ്കിലും അങ്ങനെ തോന്നിയായിരുന്നു? അല്ല, ഞങ്ങൾ അങ്ങനെ കുറേ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്കൊരു പക്ഷേ അതിൻ്റെ ഒരു പകുതിയിലധികം എനിക്ക് വന്നത് തിയേറ്ററിൽ എത്തിയിട്ടില്ല. കുറേ ഷോട്ട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് എന്താ പറയുക, ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അടി വെച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ആ ഒരു ഗോൾഡൻ ടൈം ഭയങ്കര എനിക്ക് കൂടുതൽ നാച്ചുറൽ ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. നമ്മുടെ ഒരു പാട്ട് സീക്വൻസിൽ ഓണം കണക്ട് ചെയ്യുന്ന ഒരു ലൈൻസ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫാമിലി, അതായത് റോസ്ലി എന്നാണ് മാത്യു ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ അമ്മ, അതേപോലെ ഗുരു സംസ്ഥാനം ചെയ്യുന്ന ബാബു, ഇവർ തമ്മിലുള്ള ഒരു, അതായത് ക്രിസ്ത്യൻ ഒരു ഹിന്ദു, അങ്ങനെ അവർ തമ്മിൽ പ്രണയം, അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചതെന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഓണ സമയത്ത് പൂക്കൾ ഇടുന്ന ഒരു സീക്വൻസ് എടുക്കണം. അത് വൈകിട്ട് ഒരു 5:30 ആകുമ്പോഴത്തേക്ക് സൂര്യൻ ഇങ്ങനെ താണിങ്ങനെ പോകണത്. അപ്പോഴൊക്കെയാണ് എന്നെ സംബന്ധിച്ചും ആ ഒരു ഇമ്പോർട്ടൻ്റ്. അത് താഴ്ന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഷോട്ട് വെറും ഒരു ലൈറ്റായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറും. അപ്പം ഇപ്പോൾ അത് ഇരിക്കുന്നത്, ഇപ്പോഴും ഞാൻ പല ടൈമിലായിട്ട് അത് കാണുമ്പോൾ ഈ തുഷാര ചേച്ചി ഒരു താമരയാണെന്ന് തോന്നുന്നു, അതെടുത്ത് നടുക്ക് വെക്കുന്ന ഷോട്ടിൽ സൂര്യൻ റൗണ്ടിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുക. ഒരുപക്ഷെ അത് ഇല്ലായിരുന്നെങ്കിലും അത് ഷോർട്ടാണ്, പക്ഷെ അത് ഉണ്ടാകുമ്പോൾ അത് വേറൊരു മാജിക്കാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാശി പിടിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ടൈം ഉപയോഗിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. കാരണം ഞാൻ ഭയാനകം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെയാണെങ്കിൽ തന്നെ ജയരാജ് സാറിൻ്റെ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടുകയാണ്. അത് നമ്മൾ നാച്ചുറൽ ലൈറ്റിനെ മാക്സിമം ഉപയോഗിക്കുക, നമ്മുടെ എന്താ പറയുക, പ്രകൃതിയെ കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളൊരു ക്ലാസ് സാറാണ്. എല്ലാ ദിവസവും ഒരു 5 മണി ആകുമ്പോഴത്തേനും ഏർലി മോർണിംഗ് 5 മണിക്ക് ഫസ്റ്റ് ഷോട്ട് വയ്ക്കുന്നൊരു പ്രതീതിയായിരുന്നു ഭയാനകത്തിലുണ്ടായിരുന്നു. അതായത് കുട്ടനാട് പോലുള്ളൊരു നാടിൻ്റെ അല്ലെങ്കിൽ എല്ലാ പ്രഭാതവും അല്ലെങ്കിൽ എല്ലാ സായാഹ്നങ്ങളും എല്ലാ അസ്തമനങ്ങളും ഓരോ പെയിൻറ്റിങ് പോലും ശരിക്കും പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പഠിപ്പിച്ചത് ജയരാജ് സാറാണ്. പക്ഷേ അത് ഞാൻ മറ്റ് സിനിമകളിലും ഉപയോഗിച്ച് പോന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വിഷ്വലി കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചിത്രീകരിക്കാൻ പറ്റും. ഈ കന്നഡ മൂവീസ് ആദ്യം ചെയ്തെന്ന് പറഞ്ഞു, അവിടെ നിന്ന് റിലീസ് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ജയരാജ് സാറിന്റെ മൂവിയിലേക്ക് എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ജയരാജ് സാറിലേക്ക് എത്തുന്നത് എൻ്റെ ചേട്ടൻ ഡയറക്റ്റ് ചെയ്തൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, ദീപം എന്ന് പറഞ്ഞ ഷോർട്ട്. അത് പ്രദീപ് നായർ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആന്തോളജി സിനിമ, അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ആന്തോളജി സിനിമയിൽ അദ്ദേഹത്തിൻ്റെ
പോർഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ വിളിച്ചു. അപ്പം ക്രോസ് റോഡ് എന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ജയരാജ് സാറാണ്. അങ്ങനെയാണ് ജയരാജ് സാറിനെ പരിചയപ്പെടുന്നത്. പിന്നീട് ജയരാജ് സാറിൻ്റെ നിരവധി ഷോർട്ട് ഫിലിംസും ഡോക്യുമെൻ്ററീസും ഒക്കെ ചെയ്ത ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഭയാനകത്തിലേക്ക്. പിന്നെ വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, നല്ല പ്രോജക്റ്റുകൾ ഇങ്ങനെ. അല്ല, ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന ഷൂട്ട് കഴിഞ്ഞത് സണ്ണി ലിയോൻ്റെ ഒരു പ്രോജക്റ്റാണ്, പാമ്പള്ളി ഡയറക്റ്റ് ചെയ്ത പ്രോജക്റ്റ്. ടൈറ്റിൽ ഇട്ടിട്ടില്ല, ബാക്കി അനൗൺസ്മെൻറ്റും കഴിഞ്ഞിട്ടില്ല. ഷൂട്ട് കഴിഞ്ഞു, അതിൻ്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പം ആദ്യം പ്ലാൻ ചെയ്ത ഒരു സിനിമ ഉണ്ടല്ലോ, റോംകോം, അത് ഇനി ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, ഒരു കഥയ്ക്കും ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ റൈറ്റേഴ്സ് ഹെവൻ എന്ന് പറയുന്ന സിനിമയുടെ ഉണ്ണി ഗോവിന്ദരാജും സുജയ് ആണ് അതിൻ്റെ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ആദ്യത്തെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ എഴുത്ത് സമയം അതിലെ ക്യാരക്ടറിനെ എങ്ങനെ താലോലിച്ച് കൊണ്ട് നടക്കുന്ന സമയം, പിന്നെ അതിനുവേണ്ടി പ്രൊജക്റ്റ് ആവാൻ വേണ്ടി നടന്ന സമയം, ഈ ഒരു സമയത്തേക്ക് എൻ്റെ മനസ്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു റൈറ്റേഴ്സ് എൻ്റെ കൂടെ അവർ ഒപ്പം ഇരുന്ന് തീർത്തൊരു സബ്ജക്റ്റ് എങ്ങനെയെങ്കിലും ഇത് സംഭവിക്കണം എന്നുള്ളത് ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ സംഭവിക്കാതെ വന്നപ്പോഴും അതിന് സംഭവിക്കില്ല എന്ന് അറിഞ്ഞിട്ടും ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നേരമാണ് ഈ രണ്ട് റൈറ്റേഴ്സ് എൻ്റെ അടുത്ത് പറയുന്നത്, സഞ്ജു അത് ധൈര്യപൂർവ്വം മാറ്റിക്കുക, ഞങ്ങളുടെ അതിനിരുന്നു അല്ലെങ്കിൽ ആ എഫേർട്ടിനെ കുറിച്ചൊന്നും കാണണ്ട, നിങ്ങളത് മാറ്റി വയ്ക്കുക, അടുത്തതിലോട്ട് പോവുക എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം കപ്പിലോട്ട് പോയി എന്നുള്ളത്. അപ്പോൾ ആ സിനിമ സംഭവിക്കില്ല. ഇനി കപ്പ് കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് തുടങ്ങിയോ? ഒരു സബ്ജക്റ്റ് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ കപ്പിൽ നിന്ന് ഞങ്ങൾ എപ്പോഴും പറയും, ഈ കപ്പ് പൂർത്തിയായപ്പോഴത്തേക്ക് ഇപ്പം ഈ ഫ്രെയിമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പം എനിക്ക് പറയാനുള്ളത്, കുറച്ചുകൂടെ സമയം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇതല്ല, ഇതിന് മേലെ നമുക്ക് കൂടുതൽ കാണിക്കാൻ പ്രേക്ഷകർക്ക് കാണിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പറയും, നമുക്കൊരു സിനിമ ചെയ്യണം. അപ്പൊ ഇത് സിനിമയല്ലേ, അങ്ങനെയല്ല. അതായത് ഞങ്ങൾക്ക് സമയമെടുത്ത് കൃത്യമായി ആ ഒരു പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇരുന്നിട്ട് ഒരു സിനിമ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അടുത്ത സബ്ജക്റ്റ് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ മൈൻഡിൽ അങ്ങനെ കാണും. അതായത് സിനിമാറ്റോഗ്രാഫിക്കും മ്യൂസിക്കിനും കുറെ കൂടെ അതിന് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകൾ വരട്ടെ എന്നുണ്ടായിരുന്നു. അപ്പോൾ കഥകൾ കേട്ടു, അതിലൊരെണ്ണം ഇപ്പം ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കപ്പ് റിലീസ് ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പം അതിൽ വരുത്താമായിരുന്ന ചേഞ്ചസ് അങ്ങനെ എന്തെങ്കിലും ഹുക്ക് ചെയ്തോ? അതായത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഫുൾ ഔട്ട് ഇപ്പോൾ തിയേറ്ററിൽ കണ്ടു. അപ്പം അന്ന് എനിക്ക് ഇപ്പോഴത്തെ കാലത്ത് ഇന്നായിരുന്നു ഇത് ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ രീതിയിൽ അത് ചേഞ്ച് ചെയ്യാമായിരുന്നു. ഒത്തിരി ചേഞ്ച് വരും, അതിന് പാറ്റേണേ മാറിയിരിക്കും. കാരണം ഞാനിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ റിയലിസ്റ്റിക് മൂവികളുടെ ഒരു റിലീസസ് കൂടുതലുള്ള സമയമായിരുന്നു. അപ്പം നമ്മളും സ്വാഭാവികമായിട്ടും എന്താണോ ട്രെൻഡ് അതിനനുസരിച്ചാണല്ലോ പോവുക. അപ്പം ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതൊരു നമ്മുടെ ഡയലോഗ് ഡെലിവറി ആയാലും ആക്ടിങ് ആയാലും റിയലിസ്റ്റിക് ആയിട്ടുള്ള പരിപാടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ശ്രമം എന്ന് പറയുന്നത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയം, അത് കഴിഞ്ഞ് റിലീസ് ആകേണ്ട സമയം ഏതാണോ എന്നുള്ളത് ആ പരിഗണനയിൽ അത് റിയലിസ്റ്റിക് സിനിമയായി എന്നുള്ളത്. ഇന്നാണെങ്കിൽ പ്രേക്ഷകർ മാറി, സിനിമകളുടെ സ്വഭാവം മാറി. ഞാൻ തന്നെ ഈ സിനിമ ഇറങ്ങുന്ന ഈ ഒരു സമയത്തേക്ക് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്തിരുന്നു. അതായത് ഈ ഭയങ്കര ഓളം ഉണ്ടാക്കുന്ന ആവേശവും മറ്റു സിനിമകളൊക്കെ വരുന്നതിൻ്റെ ഇടയിലാണ് ഇത് വരിക. അപ്പൊ അതിനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെയാണ് അത്തരം സിനിമകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതൊരു മറ്റേ ഭയങ്കര വേനലിൽ മഴ വരുന്ന പോലെ വരുമായിരിക്കും എന്ന് കരുതി അങ്ങനെ ആണ് ആ കോൺഫിഡൻറ്റ് കൂടിയാണ് ഇറക്കുന്നത്. അപ്പോൾ ഇന്നായിരുന്നെങ്കിൽ അതിൻ്റെ പാറ്റേൺ അപ്പാടെ മാറും തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓഡിയൻസിന്റെ ടേസ്റ്റ് ഇതിപ്പം ഓരോ സമയം അനുസരിച്ച് തന്നെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം ഈ വർഷമുള്ള രീതിയിലായിരിക്കില്ല അടുത്ത വർഷം പ്രേക്ഷകർ ഒരു സിനിമ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങളത് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? അല്ല, എപ്പോഴും മേക്കേഴ്സ് സിനിമ ചിന്തിക്കുന്നത് അതായത് ഇറങ്ങുന്ന സമയത്തെ കുറിച്ചും കൂടെ ആലോചിച്ചിട്ടാണ്. കുറച്ചുകൂടെ നിഖിലിന് അത് പറയാൻ പറ്റില്ല. കാലിക പ്രസക്തിയുള്ള സിനിമകളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഓഡിയൻസ് നോക്കുന്നത്. കാരണം പണ്ടുണ്ടായിരുന്നൊരു ഓഡിയൻസ് അല്ല ഇപ്പോൾ ഓഡിയൻസ്. പണ്ട് ശരിക്കും പറഞ്ഞാൽ താരങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഓഡിയൻസ് സിനിമകൾ പോയിരുന്നത്. പക്ഷെ ഇപ്പം അത് ആ ഒരു ട്രെൻഡ് മാറിയിട്ട് കണ്ടന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരം സിനിമകൾ കാണാൻ ആഗ്രഹിക്കുകയും അവൻ കൊടുക്കുന്ന ഒരു 100 രൂപ അവൻ എങ്ങനെ അല്ലെങ്കിൽ ഫുൾ എൻ്റർടൈൻ ആക്കുക. 2 മണിക്കൂർ സിനിമ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അവന് ഒരു 2 മണിക്കൂർ അവൻ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ. അത്തരം സിനിമകളുടെ ഒരു കാലത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുള്ള അൽഫോൺസ് പുത്രനിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? എപ്പോഴും ഞാൻ ഈ സിനിമയായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്.
അതൊക്കെ ഞാൻ അത്ഭുതത്തോടെ തന്നെ നോക്കുന്ന കാര്യമാണ്. അപ്പോൾ അൽഫോൺസ് പുത്രൻ പ്രസൻസ് എന്നുള്ളത് എൻ്റെ ഒരു പോസ്റ്ററിൽ അല്ലെങ്കിൽ സിനിമയുടെ തുടക്കത്തിൽ അത് എഴുതി കാണിക്കുന്നത് ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഡയറക്ടറാണല്ലോ. അപ്പോൾ അൽഫോൺസ് ചേട്ടൻ ശരിക്കും ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ മകളുടെ ഹസ്ബൻഡാണ്. അങ്ങനെ ഒരു കണക്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തുടക്ക സമയം മുതൽ ഇതിൻ്റെ കാസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഇടപെടൽ അൽഫോൺസ് ചേട്ടൻ്റെ ഭാഗത്ത് സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലായാലും ഉണ്ടായി. പിന്നീട് നമ്മൾ അന്നേരം ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിരുന്നില്ല. പക്ഷെ സിനിമയ്ക്ക് കുറച്ചുകൂടെ ഒരു ബ്രാൻഡ് ഫീൽ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് ഞാൻ അവതരിപ്പിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്ന സമയത്താണ് അത് പബ്ലിക്കിലേക്ക് നമ്മൾ ആദ്യമായിട്ട്. സാറ് സിനിമ കണ്ടിട്ട് എന്ത് പറഞ്ഞായിരുന്നു? സിനിമ കാണുന്ന സമയത്ത് നമ്മൾ അയച്ചു കൊടുത്തു. ചെന്നൈയിലാണ് പുള്ളിയുള്ളത്. അപ്പം അവിടുന്ന് എനിക്ക് തിരിച്ച് വോയിസ് മെസ്സേജ് വന്ന സമയത്ത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമുക്ക് മുകളിൽ ഉള്ള ആളുകൾ സിനിമയെ പറ്റി മെൻഷൻ ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പം തുഷാറിൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, ഈ സിനിമ കൊണ്ട് നമ്മൾ എന്താണോ ഉദ്ദേശിക്കണേ അതാണ് എനിക്ക് മറ്റൊരാൾ കാണുമ്പോൾ ഇത് കിട്ടേണ്ടത്. അത് കൃത്യമായി കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളി സംസാരിച്ചതാണ്. അവിടെ മുതൽ നമ്മുടെ കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂടി എന്നുള്ളതാണ്. നമ്മൾ ഇപ്പൊ കണ്ടുവരുന്ന ഒന്നാണ്, തിയേറ്ററിൽ ഒരു സിനിമ ഇറങ്ങുന്നു, പിന്നീട് അത് ആഫ്റ്റർ റിലീസ് OTT വരുന്നു. തിയേറ്ററിൽ നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്ന സിനിമയ്ക്ക് OTT വരുമ്പം അതിനെ കീറി മുറിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഇപ്പം വാഴ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തിയേറ്ററിൽ അധികം ആളുകൾ കാണാത്തതോ ശ്രദ്ധിക്കപ്പെടാത്തതോ OTT വന്ന് അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട്. കപ്പിനെ അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കും തോന്നുന്നുണ്ടോ? സിനിമ ഇപ്പം പ്രേക്ഷകർ സിനിമയെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഈ എപ്പോഴും തിയേറ്ററിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ അത് അറിഞ്ഞു തുടങ്ങാൻ വൈകി കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് സിനിമ പോകും, കാരണം അവർ ഓടിക്കത്തില്ല. അപ്പോൾ ആ ഒരു അനുഭവം കപ്പിന് ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ OTT നാളെ വരുമ്പോൾ തിയേറ്ററിൽ അധികം കണ്ടിട്ടില്ലാത്ത സിനിമ നല്ല രീതിയിൽ സംസാരിക്കുകയും തിരിച്ച് ഉണ്ടാവാറുണ്ട്. അപ്പം ആത്യന്തികമായി എല്ലാ സിനിമയും എല്ലായിടത്തും നന്നായിട്ട് സംസാരിക്കപ്പെടണം എന്നാണ് ആഗ്രഹം. ഇത് ഇപ്പം പ്രേക്ഷകർ കുറയുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ട്. അത് എനിക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്താത്തത് കൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുണ്ടാവരുത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നാളെ OTT വരട്ടെ, അന്നേരം ആളുകൾ നല്ലത് പറയുമല്ലോ, അതിനുവേണ്ടി കാത്തിരിക്കാൻ പാടില്ല. കാരണം ഈ സിനിമ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൽ തുടക്കം മുതൽ നിഖിലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫ്രെയിമിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഇടുക്കിയിലെ വെള്ളത്തൂവൽ എന്ന് പറയുന്ന സ്ഥലത്തിന് ഏറ്റവും നന്നായിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ നാളെ ഒരു മൊബൈൽ സ്ക്രീനിലേക്ക് വരിക എന്ന് പറയുന്നത് കാണുന്ന ഒരാൾക്കും അങ്ങനെയാണ് ആളുകൾ കാണുന്നതെന്ന് അറിയുമ്പോൾ നമുക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അതേപോലെ ഇത് ബാഡ്മിൻ്റൺ ആയതുകൊണ്ട് തന്നെ സൗണ്ട് എഫക്ട്സ് പരിപാടികൾ, മ്യൂസിക്സ്, അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് കേൾക്കുക, കാണുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് തിയേറ്ററിൽ തന്നെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ വാഴ മാത്രമല്ല പല സിനിമകളും പിന്നീട് ഇങ്ങനെ നന്നായിട്ട് വന്ന സിനിമകളെ കീറി മുറിക്കുന്നു എന്ന് പറയുന്ന സംഭവമുണ്ട്. ഞാൻ വാഴയുടെ കണ്ടിട്ടില്ല, ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. പക്ഷെ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് വാഴ ഒരു സ്റ്റെപ്പാണല്ലേ, എല്ലാം പുതുമുഖങ്ങളും ഒക്കെ ആയിട്ടുള്ള ആ സ്റ്റെപ്പിലേക്ക് കൃത്യമായി ലാൻഡ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. സോ ഇല്ല, ഞങ്ങൾ അവിടെ നിങ്ങൾ ലാൻഡ് ചെയ്യിക്കത്തില്ല എന്ന് പറയുന്ന പോലെ ആണ് എനിക്കൊന്ന് തമാശയ്ക്ക് വേണ്ടി നടത്തുന്നതാണോ, അല്ലെങ്കിൽ പല റിവ്യൂസ് പോലും അതെ ഇത് ഇങ്ങനെ ഒരു നെഗറ്റീവ് പരിപാടി വേണം എന്നുള്ളത് മനഃപൂർവ്വം ചെയ്യപ്പെടുന്നതാണോ എന്നറിയില്ല. കാരണം തിയേറ്ററിൽ സക്സസ് ആയ സിനിമ ആയതുകൊണ്ട്. അല്ലാതെ ഇപ്പോൾ തിയേറ്ററിൽ സക്സസ് അല്ലാത്ത ആളുകൾ എല്ലാവരും നല്ലതിന് വേണ്ടി ഇറക്കുന്നു, പക്ഷെ അങ്ങനെ തന്നെ സംഭവിച്ചുകൊള്ളണമെന്നില്ല. അതിനെ ആയാലും അതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇല്ലാത്ത സിനിമകൾ ഉണ്ടാവില്ല. പക്ഷെ കീറി മുറിക്കപ്പെടുമ്പോൾ നെഗറ്റീവ് മാത്രമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അറിയില്ല, ഇനി നാളെ ഞാൻ പിന്നെ എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ആളാണ്. ആളുകൾ കമൻറ്റ് പറയുമ്പോൾ ഞാൻ ഈ സിനിമ റിലീസാവുന്നതിന് തലേ ദിവസം ജിഷ്ണു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അനിയനുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം, നാളെ മുതൽ നമ്മളിങ്ങനെ കേൾക്കുകയാണ്, എടാ സിനിമ നന്നായി, എടാ സിനിമ എനിക്ക് അത്ര ആയില്ല എന്നൊക്കെ കേൾക്കാൻ പോകുന്ന സമയമാണ്. അപ്പം ഞാൻ നോ എക്സ്ക്യൂസസ് നോ എക്സ്പ്ലനേഷൻ, അതായത് എന്ത് തന്നെ പറഞ്ഞാലും അതിൽ നിന്ന് എനിക്ക് സ്വീകരിക്കാൻ എന്തായാലും ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്തതാണ്, ഡെഫിനറ്റ്ലി അതിനകത്ത് കുറവുകളൊക്കെ ഉണ്ടാവും. അത് പറഞ്ഞു തരുന്ന, ഞാൻ പറഞ്ഞ യൂട്യൂബിൻ്റെ അടിയിൽ വരുന്ന കമൻസ് അല്ല കേട്ടോ, അത് ഞാൻ പൊതുവെ നോക്കാറില്ല. കാരണം എനിക്ക് അത്ര തന്നെ ആൾക്കാർ നേരിട്ട് വിളിച്ച് പറയുന്നവരുണ്ട്, അത് ക്രിട്ടിസൈസ് ചെയ്യുന്നതായാലും എന്ത് തന്നെ ആയാലും. അപ്പോൾ ഓരോ സിനിമ നമ്മൾ കഴിയുമ്പോഴും നമ്മൾ പ്രേക്ഷകരിൽ നിന്നാണ് പഠിക്കുന്നത്. ആ സിനിമ ഞാൻ ഇനി എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതെന്നൊക്കെ ഡെഫിനറ്റ്ലി പ്രേക്ഷകരിൽ നിന്നാണ്. എനിക്ക് നാദർഷിക്ക എൻ്റെ ഗുരുവാണ്. അപ്പോൾ
എനിക്ക് എപ്പോഴും സിനിമ തിയേറ്ററിൽ കാണുന്നത് തിയേറ്ററിലെ സെൻട്രലിൽ ഇരുന്നിട്ട് അത് സൗണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിനപ്പുറത്തേക്ക് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആവണം മുന്നോട്ട് പോകുന്നത് എനിക്കും ആഗ്രഹമുണ്ട്. സോ ഓഡിയൻസിൻ്റെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം OTT സിനിമ ഇറങ്ങുമ്പോൾ പ്രേക്ഷകർ പറയുന്നത് നമ്മൾ കേൾക്കണം, ഡെഫിനറ്റ്ലി അത് കേൾക്കണം എന്നുള്ളത്. ഇതിൽ നിഖിലേട്ടൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ പല സിനിമകളും ഇതുപോലെ സംഭവിക്കാറുണ്ട്. ഈ തിയേറ്ററിൽ വന്നിട്ട് ഒരുപക്ഷെ പ്രൊമോഷൻ്റെ ഒക്കെ ഒരു ഭാഗം ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രേക്ഷകരിലേക്ക് അത്രമാത്രം എത്താത്തത്. പക്ഷെ ചില സിനിമകൾ അത് നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടിയിരുന്നായിരുന്നു എന്നുള്ളൊരു തോന്നൽ പിന്നീട് OTT കാണുമ്പോഴത്തേനും തോന്നും. ആ ഒരു തോന്നൽ ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മൾ പല വിഷ്വൽസും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഡിയൻ എന്ന് പറയുന്നത് ഒരു സിനിമാറ്റോഗ്രാഫർ. അദ്ദേഹം സിനിമ കാണുന്നതിലൂടെയാണ് പ്രേക്ഷകർ സിനിമ കാണുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകർ എന്താണ് കാണേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ്. സംവിധായകൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ തന്നെ. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ഫ്രെയിമിങ്ങും അല്ലെങ്കിൽ അത്തരം വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ തന്നെ തിയേറ്റർ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പല സിനിമകളും നമ്മൾ എന്താ പറയുക, ഇത്തരം മാറ്റി നിർത്തലുകൾ ഉണ്ടാവാതെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളതാണ്, കപ്പ് എന്നുള്ളൊരു സിനിമ സഞ്ജുവിൻ്റെയും അതേപോലെ തന്നെ അതിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു കപ്പ് എന്നുള്ള സിനിമ. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. യെസ്, ഞാൻ പറയാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ, അതായത് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കാരണം വൈകിയാണ് വരുന്നത്. ഈ വൈകി വരുന്ന സമയത്ത് ഞാൻ തന്നെ ഇപ്പം ഇങ്ങനെ വിചാരിക്കാറുണ്ട് മനസ്സിൽ, ഈ ഭൂഖണ്ഡത്തിൽ ഇറങ്ങില്ല എന്ന് വിധിയെഴുതിയെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കിയെടുത്ത് ആ സിനിമ ഇന്ന് ഇറങ്ങി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, അത് ഇറക്കാൻ വേണ്ടി എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, ഞാൻ മാത്രമല്ല എൻ്റെ ടീം. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർ കാണണം എന്നല്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറേ അധികം പ്രേക്ഷകർ കണ്ടു, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ തിയേറ്ററിലെ ബാക്കി റെസ്പോൺസ് അറിഞ്ഞിട്ടോ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിലേക്ക് തിയേറ്ററിലേക്ക് ഡെഫിനറ്റ്ലി പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം മുന്നോട്ട് പോയേ പറ്റുള്ളൂ തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ഒരു സ്മൂത്ത്നെസ് ഉണ്ടാകണമല്ലോ. അതുകൊണ്ടും പിന്നെ ഈ കഥ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീട്ടിലെ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ, ആ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും എപ്പോഴും സിനിമയ്ക്ക് പോകണമെന്നില്ല പാരൻസ്. അപ്പം ധൈര്യമായിട്ട് അച്ഛൻ അമ്മ ഇങ്ങനൊരു പടം വന്നിട്ടുണ്ട്. ഇപ്പം ഈ കപ്പ് എന്ന് പറയുമ്പോൾ സ്പോർട്സ് ആണ് അല്ലെങ്കിൽ അതാണ് പറയുന്നത് എന്നുള്ളൊരു ധാരണ ചിലപ്പോൾ ഉണ്ടാവും. അതല്ല, അത് പറയുന്നു. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒരുപടി മേലെ. അപ്പം അത് നിങ്ങൾ കൊണ്ടുപോയി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ആഴ്ച അച്ഛനമ്മയ്ക്കും കൊടുത്ത ഏറ്റവും വലിയ സന്തോഷമായിരിക്കും ഇത് എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ കപ്പ് ഇനിയും വലിയ വിജയമാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഒരുപാട് നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. ഇനിയും ഒരുപാട് നല്ല റെസ്പോൺസുകളൊക്കെ വരട്ടെ. രണ്ടുപേർക്കും ഇനിയും ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ഫ്രെയിമുകൾ നമുക്ക് കാണാൻ പറ്റട്ടെ. ഇതുപോലുള്ള ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് കാണാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.